വന്യമൃഗശല്യത്തിന് ശാസ്ത്രീയമായ പരിഹാരം വേണമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. വന്യജീവികൾക്ക് മാത്രമല്ല മനുഷ്യർക്കും ജീവിക്കണമെന്ന മുദ്രാവാക്യവുമായി കർഷക സ്വരാജ് സത്യാഗ്രഹത്തിനു നേരെ കണ്ണടയ്ക്കുന്ന സർക്കാർ നടപടിക്കെതിരെ വായ്മൂടിക്കെട്ടി തിരിതെളിയിച്ച് നടത്തിയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗങ്ങൾ പെറ്റുപെരുകി എന്ന യാഥാർത്ഥ്യം അധികാരികൾ മനസ്സിലാക്കണം. വന്യമൃഗസ്നേഹവും പറഞ്ഞ് ആരും കർഷകന്റെ അടുത്ത് വരരുത്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ മേനകാ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വനാതിർത്തിയിൽ വന്ന് താമസിക്കണം. കർഷകന്റെ പറമ്പിൽ വരുന്ന പന്നി കർഷകന്റെ പന്നിയാണെന്നും വനപാലകർ ഇനി കർഷകന്റെ മണ്ണിൽ കയറരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തുവാകട്ടെ, ഈ വനത്തെ കൃഷിഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നതിന് ഓരോ പ്രദേശത്തിനും അനുഗുണമായ ശാസ്ത്രീയ മാർഗങ്ങൾ അനുവർത്തിക്കുക എന്നുള്ളതാണ് ഈ വന്യമൃഗശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം. പക്ഷേ നമ്മുടെ സർക്കാർ അപ്രകാരം മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി യാതൊരു പരിശ്രമങ്ങളും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, മനുഷ്യരുടെ എണ്ണം നിയന്ത്രിക്കാൻ വേണ്ടി സർക്കാർ അനേകം പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇല്ലേ? കുടുംബാസൂത്രണത്തിന്റെ പദ്ധതികൾ. ഈ കുടുംബാസൂത്രണം മനുഷ്യരിൽ മാത്രമല്ല വന്യമൃഗങ്ങളിലും നടപ്പാക്കേണ്ട ഒരു പദ്ധതിയാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ ആത്യന്തികമായ അർത്ഥം. പറമ്പിൽ പണിയെടുക്കാൻ പോകുന്ന കർഷകൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത വിധത്തിൽ രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളിയുടെ ജീവന് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിവില്ലാത്ത ഭരണകൂട സംവിധാനങ്ങൾക്ക് മുൻപിൽ പ്രിയപ്പെട്ടവരെ, ഇതിൽ പരം നമ്മൾ എന്താണ് സംസാരിക്കാനുള്ളത്? അതുകൊണ്ട് വന്യമൃഗ സ്നേഹം പറഞ്ഞ് ആരും കർഷകരെ ഇനിമേൽ ഭീഷണിപ്പെടുത്താം എന്ന് വിചാരിക്കേണ്ട. വന്യമൃഗ സ്നേഹം പറഞ്ഞിരിക്കുന്നവരുടെ ആ സ്നേഹത്തിന് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ശ്രീമതി മേനകാ ഗാന്ധി ഉൾപ്പെടെയുള്ളവര് ഈ വനാതിർത്തിയിൽ വന്ന് വീട് വെച്ച് താമസിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് വന്യമൃഗ സ്നേഹമുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെള്ളരിക്കുണ്ട് ലിറ്റിൽ ഫ്ലവർ ഫൊറോന വികാരി ഡോക്ടർ ജോൺസൺ അന്ത്യാക്കുളം അധ്യക്ഷത വഹിച്ചു. ജോസ് മാണിയങ്ങാട്ട്, ജില്ലാ പഞ്ചായത്ത് അംഗം ബിൻസി ജെയിൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജെസി ടോമി, മിനി മാത്യു, ഷോബി ജോസഫ്, ജോർജ് തോമസ്, അഡ്വക്കേറ്റ് ജോസ് സെബാസ്റ്റ്യൻ, ജിജി കുന്നപ്പള്ളി, ജിമ്മി ഇടപ്പാടി എന്നിവരും പ്രസംഗിച്ചു. പ്രതിഷേധ സമരത്തിനു മുന്നോടിയായി റാലി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജു കട്ടക്കയം ഉദ്ഘാടനം ചെയ്തു. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടിച്ചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 240 650.